45 കൊല്ലമായി ഞാൻ ഇവിടെ പശുവിനെ പോയിട്ടുണ്ട്, വളർത്തുന്നു. ഇങ്ങനത്തെ സംഭവം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല ഇത്രയും കാലമായിട്ട്. എൻ്റെ ജീവിതം അതായിരുന്നു സാർ. ഈ പശുക്കളുണ്ട്, ഇതിലേക്ക് ഇപ്പോൾ വരാനുള്ളൊരു ഇതില്ല. ഇപ്പം എനിക്ക് മനസ്സൊക്കെ പോയി ഈ പശുക്കളൊക്കെ ആദ്യം ഇങ്ങനെ ജീവിച്ചു പോയി. 10-15 ലിറ്റർ ഇറക്കുന്ന പയ്യ, ഇപ്പോൾ പാലും ഇല്ല, ഒന്നുമില്ല. കിടാവ് പോയതുകൊണ്ടല്ലേ പെട്ടെന്ന് പാലാണ്ട് പോയി. നിങ്ങളുടെ വരുമാനത്തിനൊക്കെ അത് ബാധിക്കുമല്ലോ. ബാധിക്കുകയാണ്. നമുക്കൊരു ജീവിതം അതന്നെ, അറ്റങ്ങളെ ആശ്രയമാണ്. 2 പൈക്കൾ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ പൈക്കുട്ടി മരിച്ചു. ഇത് ഫോറസ്റ്റുകാർ വന്നിട്ട് ഈ പുലിനെങ്ങനെ അവിടെ കണ്ട് ഇവിടെ കണ്ട് പോകാന്നല്ലാതെ ഇതിനെ ഒന്നൊരു മനുഷ്യന് എന്തായാലും എന്തെങ്കിലും കാട്ടിയിട്ടേ പുലി കൊണ്ടുപോകുള്ളൂ. നമ്മൾ വന്നപ്പോൾ ലേശം ഒരു മുടിപ്പുണ്ടായിരുന്നു. ഒന്നും കടിച്ച് വലിച്ചിട്ടുള്ളൂ. വലിച്ച് അതിനെ പിടിച്ചാൻ കിട്ടിയില്ല. അതിനെ കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ മറ്റേ പോയി പിടിച്ചു. കയറുമല്ലേ കെട്ടിയിട്ട് കയറോട് കൂടെ വലിച്ചിട്ട് കിട്ടായിട്ട് അവിടെ ഇട്ടു. പശുക്കൾ കൂട്ടക്കരച്ചില്ല, ഒരിച്ചിട്ടും കരച്ചില്ല. 4 പൈക്കളെ 4 ഒരേമാതിരി കറിയാ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ അച്ചൂര് എന്ന് പറയുന്ന പ്രദേശത്താണ്. പൊഴുതനയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഒരു പ്രദേശത്ത് പുലിയാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രദേശത്ത് പുലി നിരവധി തവണ പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച ഈ ഒരു പ്രദേശത്ത് വെച്ച് തന്നെ പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ വീഡിയോ നമുക്ക് കയ്യിലുണ്ട്. ആ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് എടുക്കും പൂലതിയിലേ കിടക്കുള്ളൂ. നോക്കട്ടെ, ഇങ്ങനെ തിരിക്കണ്ടിട്ട് ഓൻ വരൂല. രാവിലെ മദ്രസക്കൊന്നും ഈ സമയത്ത് ഓന് ഒന്നിനും ഇല്ല പോലെ. ഇപ്പം നിങ്ങളുണ്ടല്ലോ, ആ ഒരു പുലിയെ കണ്ട പ്രദേശത്ത് നിന്ന് ഒരു 350 മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് പുലി ഇറങ്ങുകയും ഇവിടെ ഒരു പശുക്കിടാവിനെ കൊല്ലുകയും അതുപോലെ തന്നെ മറ്റൊരു പശുക്കിടാവിനെ പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതെന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമമാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നടത്തുന്നത് കേട്ടോ. ഇവിടെയാണ് ആ ചേട്ടൻ്റെ വീടുള്ളത്. നമുക്ക് വീട്ടിലേക്ക് പോകാം. അവിടെയാണ് ബാക്കിയുള്ള പശുക്കുട്ടികളെ കെട്ടിയിരിക്കുന്നത് കേട്ടോ. പേരെങ്ങനെയാണ്? പേര് പിന്നെ കുട്ടിപ്പ. സ്ഥലം അച്ചൂര്. ഇത് കഴിഞ്ഞ ദിവസം എപ്പോഴാണ് സംഭവം നടന്നത്? മിനിഞ്ഞാന്ന് 10:30 മണിക്കാണ് നടന്നു. മിനിഞ്ഞാന്ന് രാത്രി 10:30. 10:30 മണിക്ക് നടന്ന്. അപ്പോൾ ഞാൻ ഇവിടെയാണ് താമസ സൗകര്യം കിടക്കുന്നത്. അവിടുന്ന് ഫോൺ വന്നു, നിങ്ങളെ അടുത്ത റൂമിക്ക്. ആ റൂമിൽ നിന്ന് ഒരു പറഞ്ഞു, നിങ്ങളെ കൊട്ടായിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, നിങ്ങളവിടെ പോയി ഒന്ന് നോക്കിക്കോളി, എന്താണെന്ന് അറിയില്ല, പശുക്കളൊക്കെ പേരും കരച്ചിൽ കരിയുണ്ട്. അങ്ങനെ പോയി വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ സാധനം കടിച്ച് ഒന്നിനെ കൊന്നിട്ടിട്ട് പോയി, ഒന്നിനെ പിടിച്ച് വലിച്ച് നോക്കി കിട്ടിയിട്ടില്ല. ആ സമയമായപ്പോൾ ഞങ്ങളവിടെ എത്തി പോയി നോക്കിയപ്പോൾ ഇതാണ് സംഭവം കാണുന്ന രംഗതാണ്. ഈ പശുക്കുട്ടി ഒന്ന് ചത്തുക്കണ്, ഒന്നിനെ പിടിച്ച് വലിച്ചിട്ടിക്കണ്, ആകെ മാന്തി മുറിയാക്കി ഒന്നിനെ പൊളിച്ചിട്ടിക്കണ്. ചെന്ന് പിന്നെ അപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വിളിച്ച് ഒരു വന്ന് കാടൊക്കെ ഒന്ന് ഇളക്കി നോക്കി, ലൈറ്റൊക്കെ അടിച്ചു നോക്കി. സാധനം ഒരു പറഞ്ഞ് പുലിയാണ്, പുലിയാണ്, വേറെ ഒന്നുമല്ല, സ്ഥിരീകരിച്ചത് പോലെ അതാണ് പുലിയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയിക്കണേ. മറ്റേ പരിക്ക് പറ്റിയ കിടാവ് ഇവിടെ ഉണ്ട് അല്ലേ? അല്ല, പരിക്ക് പറ്റിയ കിടാവ് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? മറ്റേത് ചത്തുപോയി. അതിനെന്താ പരിക്ക്? അതിന് പരിക്കുണ്ട്. 2 പറ്റിയുണ്ട്? ഇല്ല, അതിന് 1 അതിനെ നോക്കിയില്ല. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടല്ലോ, അതാണ് ഇത് പരിക്കാണ്. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പിടിച്ച് അത് മാന്തിയ പാട് പടി അതേമാതിരി തന്നെ. ഇത് മാന്തിയാണ്, ഇത് നോൻ താന്നതാണ്. അങ്ങനെയൊക്കെ ഭയങ്കര പരിക്കുണ്ടായി. അപ്പോൾ കുറേ കുറവുണ്ട്. ഇന്നലെ ഒന്നും വെള്ളം കുടിച്ചിട്ടില്ല, തിന്നിട്ടില്ല, പാല് വരെ കുടിച്ചിട്ടില്ല. ഇന്നലെ പാല് വരെ കുടിച്ചില്ല. ഇന്നിപ്പോ പാലൊക്കെ കുടിച്ച്. കുഴപ്പമില്ല, അവർക്കൊന്നും കുഴപ്പമില്ല. ഓലാണ് ഇപ്പൊ നമ്മള് സംരക്ഷണം തന്നത്. ഓല് കരഞ്ഞതോട് ഇറ്റങ്ങളെ കരച്ചിൽ കേട്ടിട്ടേ അറ്റങ്ങള് കരഞ്ഞ് ആകെ ആ പാടിയിലുള്ളവരൊക്കെ കൂടി ഒന്ന് ഓട്ടിച്ച്. തൊട്ടടുത്ത് തന്നെ ആളുണ്ടായിരുന്നു. ഇപ്പൊ താമസക്കാരുണ്ട് അവിടെ ലെൻസിൽ. ഓല് വന്നപ്പോ അങ്ങനെ ഓലൊക്കെ പറഞ്ഞ്
നിങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്? ഞങ്ങൾ ഈ കോട്ടേഴ്സിലാണ് താമസം, ഈ എസ്റ്റേറ്റ് കമ്പനീൻ്റെ പാടിയിൽ. ഇതിപ്പോൾ എന്താ അതിൻ്റെ പരിക്കിൻ്റെ കാര്യം എന്താ പറഞ്ഞേ? പരിക്കിൻ്റെ കാര്യം പിന്നെ മരുന്നൊക്കെ തന്ന് ഇഞ്ചക്ഷൻ അടിക്കണമെന്ന് വെച്ച് വേണ്ട, ഇഞ്ചക്ഷൻ ഞാൻ അതിനുള്ള മരുന്നൊക്കെ ചെയ്തപ്പോൾ കുറേ കുറവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മരുന്നൊക്കെ തന്നു, മരുന്നും പിന്നെ വെറ്റിനറിയിൽ നിന്ന് എല്ലാം തരാനുള്ളതൊക്കെ തന്നു. അല്ലേ? ഓ വെറ്റിനറിയിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ വന്ന് വേണ്ട മാതിരിയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ്. തൊഴുത്തൊന്ന് കാണിച്ചു തരാമോ? ഓ പിന്നെ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടോ ആ സ്ഥലത്തേക്ക്? ഇല്ല, ഇവിടുന്ന് കുറഞ്ഞേ ഉള്ളൂ. അല്ലേ? ആ ഇവിടെ സ്കൂളൊക്കെ ഉണ്ടല്ലേ? ഓ സ്കൂളുണ്ട്, ഇത്ര അടുത്തല്ലേ സംഭവം നടന്നത്? കമ്പനിൻ്റെ ഒരു നിങ്ങളെല്ലാവരും തേയിലത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽപ്പെട്ട ആ ജീവിതമാണ് നമ്മൾ. പിന്നെ ആശ്രയം നമുക്ക് ഈ പൈസ. അല്ലേ? ആ നിങ്ങൾ തേയില ഞൊള്ളാൻ പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നുണ്ട്, ഇപ്പം പണിക്ക് പോകുന്നുണ്ട്. അല്ലേ? ഇപ്പം പോകലില്ല, ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ട് പോക്കില്ല. ഇല്ലല്ലേ? ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഈ പശുവിൻ്റെ വൈത്താരം നടക്കുന്നില്ല. സ്ഥലം ഇറ്റങ്ങളെ ജീവിതമാണ് നമുക്ക് മെയിൻ. നമ്മൾ കണ്ട ആ ഒരു പാടി അവിടെയാണ്. അവിടെ നിന്നാണ് ഇത്രയും ദൂരമുണ്ട് അവരുടെ ഈ പറയുന്ന തൊഴുത്തിലേക്ക്. ഇത് അച്ചൂർ എന്ന് പറഞ്ഞ ടൗണാണ് ഈ കാണുന്നത്. അവിടെ നിന്നൊരു കുറഞ്ഞ ദൂരമുള്ളൂ കേട്ടോ, 100-200 മീറ്ററൊക്കെ ഉള്ളൂ. ഇതാ കാണുന്ന പാലം അച്ചൂർ പാലമാണ്. ഇതൊക്കെ എന്ത് കെട്ടിടങ്ങളാ? ഇത് HML കമ്പനീൻ്റെ ഓഫീസാണ് അല്ലേ? പ്രവർത്തിക്കുന്ന പ്രവർത്തനമുണ്ട്. ഒരു രാവിലെ വന്നാൽ ഒരു 5-5:30 ആകുമ്പോഴൊക്കെ ഒരു ബോട്ടിൽ പോകും. അല്ലേ? നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇവിടെ വന്ന് 43 കൊല്ലം കഴിഞ്ഞു. അല്ലേ? എനിക്കിവിടെ ഞാൻ ജനിച്ചു വരുന്നത് ഇവിടെ തന്നെ. അതിൻ്റെ കൂടെ സൈഡായിട്ടായിരിക്കുമല്ലോ അങ്ങനെ പശുവിനെ? അതെ അതെ, അതിനായിട്ട് എസ്റ്റേറ്റ് പറമ്പിലായപ്പോൾ കുറച്ച് പശുക്കളെ വാങ്ങി. ഇവിടെയൊക്കെ വീട് ആളുകൾ താമസിക്കുന്നതാണോ? ഈ അതിലൊക്കെ ആളുണ്ട്, അതിലൊക്കെ ആളുണ്ട്, ടെസ്സിലൊക്കെ ആളുണ്ട്. ബന്ധപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ്. അതെ. ഇതാ പശു? ഇതിൻ്റെ കുട്ടിയാണ് ചത്ത്. ഓ ഇതാ പശു അല്ലേ? ഈ പശുവിൻ്റെ അതുകൊണ്ടിപ്പോൾ നമ്മളെ കറവ് പോയി. കുട്ടിയോടുകൂടെ കറവ് നിന്നല്ലേ? പശുവിൻ്റെ കറവ് നിന്ന്. അതാ വേറെ ആണല്ലേ? അതൊരു കുട്ടനാ, അത് ഇതിൻ്റെ കുട്ടിയാണ്, മൂത്ത കുട്ടിയാണ്. പശുക്കൾ 3-4 അല്ലേ? ഒരു വന്നിട്ടില്ല. ഇപ്പോൾ എന്നിട്ടിപ്പോൾ ഇന്ന് വിട്ടതാണ് കാട് വെട്ടാൻ. പുലിശല്യം കൊണ്ട് കാടില്ല, ഇവിടെ കാട് ഭയങ്കരമായിരുന്നു. ഭയങ്കര കാടാണ്, എന്തൊക്കെ കാടാ. തൊഴുത്തെവിടെയായിരുന്നു? തൊഴുത്തത് അതിൻ്റെ ഇപ്പത്തന്നെ. അവരെ കൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ട് പിള്ളേർ. ഇതാണ് തൊഴുത്ത്. ഇതില് ഈ തൊഴുത്തിൽ 45 കൊല്ലമായി ഞാൻ പശുക്കളും. 45 കൊല്ലായി? 45 അവിടെ കുഴിച്ചിട്ട് കുട്ടീനെ. അവിടെ കുഴിച്ചിട്ട് 45 കൊല്ലമായിട്ട്? 45 കൊല്ലമായി ഞാൻ ഇവിടെ പശുവിനെ പോയിട്ടുണ്ട്, വളർത്തുന്നു. ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല? ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല ഇത്രയും കാലമായിട്ട്. എൻ്റെ ജീവിതം അത് ചെയ്യുന്നു സാർ. ഈ പശുക്കളുണ്ട്, അങ്ങനെ ആയിപ്പോയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ വരാനുള്ളൊരു ഇതില്ല ഇപ്പം എനിക്ക്. അങ്ങനെ പോയതുകൊണ്ടല്ലേ? എൻ്റെ മനസ്സൊക്കെ പോയി ഈ പശുക്കളെ കാര്യം ഇങ്ങനെ ജീവിച്ചു പോയി. പത്ത് 15 ലിറ്റർ ഇറക്കുന്ന പയ്യ. ഇപ്പം പാലും ഇല്ല, ഒന്നുമില്ല. കിടാവ് പോയതുകൊണ്ടല്ലേ? പെട്ടെന്ന് പാലാണ്ട് പോയിപ്പോയി. നിങ്ങളുടെ വരുമാനത്തിനൊക്കെ അത് ബാധിക്കുമല്ലോ? ബാധിക്കുകയാണ്. നമുക്കൊരു ജീവിതം അതന്നെ, അറ്റങ്ങളെ ആശ്രയമാണ്. 2 മുതൽ പൈക്കൾ ഇവിടുന്ന് പിടിച്ചാലേ? എവിടെ കെട്ടിയിരുന്നേ? ഇവിടെ കെട്ടിയിരുന്നത് ഈ കാൽമേൽ ഇവിടെ വന്നിട്ട് ഇവിടെ അതിനെ ആ വെള്ളനെ ഇവിടെ കെട്ടി, ആ കുട്ടീനെ ഇവിടെ കെട്ടി, അതിനെ ഇവിടെ നിന്ന് വാങ്ങി. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ടോർച്ച് അടിച്ച് നോക്കി. അപ്പോൾ ഞങ്ങൾ അതിലെ വന്ന്, കാരണം സാധനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി ആണല്ലോ. തോന്നിയാ അങ്ങനെ വല്ലതും ആണെന്ന് തോന്നിയായിരുന്നല്ലേ പറഞ്ഞു കേട്ടപ്പോൾ? അപ്പോൾ അത് അവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എത്തി ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കൈക്കുട്ടി മരിച്ചു. ഇവിടെ കിടന്നു, ബോഡി ഇവിടെ കിടന്ന് അതിന് ജീവൻ പോയി. പിന്നെ ഒരു രക്ഷയില്ല, നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. നമ്മൾ വന്നപ്പോൾ ലേശം ഒരു മുടിപ്പ് ഉണ്ടായിരുന്നു, അതിലൂടെ കഴിഞ്ഞത്. ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു?
കൊന്ന് ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കടിച്ച് വലിച്ചിട്ടുള്ളൂ. വലിച്ച് അതിന് പിടുത്തം കിട്ടിയില്ല. അതിനെ കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ മറ്റീനെ പോയി പിടിച്ചു. കയറുമല്ലേ കെട്ടിയിട്ടിക്കല്ലേ, കയറോട് കൂടെ വലിച്ചിട്ട് കിട്ടായിട്ട് അവിടെ ഇട്ട്. എന്നിട്ട് അതിനെ പോയി പിടിച്ചു. ഇതിനെ പോയി പിടിച്ചു. ഇതിനെ പിടിച്ചപ്പോഴാണ് ആൾക്കാർ പശുക്കൾ കൂട്ടക്കരച്ചില്ല, വീട്ടിലും കരച്ചില്ല. കാരണം 4 പോയിക്കളെ 4 ഒരേമാതിരി കരയുക. ആ കരച്ചിലോട് കൂടെ നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കേൾക്കുന്നുണ്ട് നമ്മളെ വീട്ടിക്ക്. അങ്ങനെ ഞങ്ങൾ ഓടി വന്നങ്ങോട്ട്. ഇവിടെ ഇതിന് മുന്നേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടായില്ല. ഇത്രയും കാലം ഒരു നായി വരെ ഒരു പൂച്ച വരെ അങ്ങനത്തെ ഒരു ശല്യങ്ങളേ ഉണ്ടായില്ല. ഇത് ഫസ്റ്റിലാണ് എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടായത്. ചില കാലത്തിൻ്റെ ഇടക്ക് 45 കൊല്ലമായി ഞാൻ ഈ പശുക്കളെ പോയിട്ട് തുടങ്ങിയിട്ട്. പശു അതിന്റെ അമർച്ചയായിരിക്കും. ആ അതന്നെ, പേടിച്ചു പോയി കാണൂല്ലേ? ആ പശുക്കളെ പേടിച്ചു പോയി. എൻ്റെ കുട്ടിയില്ല, കുട്ടീനെ കാണാനായിട്ട് കരയാ. നഷ്ടപരിഹാരത്തിന്റെ കാര്യമെല്ലാം സംസാരിച്ചോ? ആ നഷ്ടപരിഹാരം ഒരു എഴുതി കൊണ്ടിരിക്കണം. ഒരു തരാന്നൊക്കെ 2-3 ദിവസം ആവും എന്നൊക്കെ പറഞ്ഞു. കൂട് വെച്ചിട്ടുണ്ട് ഇവിടെ. കൂടെ അങ്ങ് വെച്ചിക്കണ ഇതിന്റെ അങ്ങേ മറിയിൽ ആണോ? ഒരു പേരൊക്കെ കൂട്ടി വെച്ചൊരു സ്ഥലമുണ്ട്. ആണോ? നമുക്ക് കാണാൻ പറ്റുമോ? ഓ നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. ഒന്ന് കാണിച്ചു തരാമോ? കുട്ടി പോവോ? ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ വണ്ടി പോയിക്കോളി വരില്ലേ. പിന്നെന്താ ചാനലിലുണ്ടാകുമ്പോൾ കൊണ്ട് കാണിച്ചു കൊടുത്താൽ മതി കൂടെ വെച്ചത് കേട്ടോ. കൂടെ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മാറിയിട്ട് വെച്ചേക്കണം. ആ കൂടെ മാറി. അതിൻ്റെ താവള ആ ഭാഗത്തായിരുന്നു. അവിടുന്ന് ഇവരെന്താക്കി മിനിയാന്ന് ഈ കാട്ടിലേക്ക് കയറി ഒരു ടോർച്ചൊക്കെ അടിച്ച് അങ്ങനെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി 2-3 ദിവസമായിട്ട് കാണുന്നില്ല. പിന്നെ മിനിയാന്നാണ് ഇവിടെ എത്തി. ഇവിടെ എത്തിപ്പെട്ട് നമ്മളെ തോത്തിലേക്കാവുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇതിലുണ്ട്. ഒരു സാറിന് 2 ആഴ്ചയായി. പലരും കാണുന്നുണ്ട്. പല സ്ഥലത്തും പല വെച്ചിട്ടും കാണുന്നുണ്ട്. പക്ഷെ അത് എവിടെ ഒരു താവളമായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ അവിടെയാണ് താവളം എന്ന് പറഞ്ഞു ഒരു സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അവിടെ വെച്ചത്. അതിലൊരു നായുണ്ട്. ഒരു നായിനെ അവിടെ കൊണ്ടുപോയി അതിൽ കെട്ടിയിട്ടുണ്ട്. നായി വെച്ചിട്ടെങ്കിലേ അത് വരുള്ളൂ. നായി ഉണ്ടാതെ കിടക്കുക. കരഞ്ഞങ്ങളും പിടിച്ചാലും അല്ല വരുള്ളൂ. അല്ലാതെ ഒരു ശ്രദ്ധയില്ലാത്തൊരു ജീവനായി കൊണ്ടുവിട്ടാൽ ഇതിലെന്തെങ്കിലും ഉള്ളതെന്ന് പറ്റുമെങ്കിൽ അറിയില്ലല്ലോ. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് പോലും നടക്കുക. ജീവുള്ളൊരു ജന്തു ആണെങ്കിൽ കിട്ടിയിരുന്നു. ആദ്യം കടുവയാന്നുള്ള രീതിയിൽ വാർത്ത വന്നത്, അതാണ് ഇങ്ങനെ ചോദിച്ചത്. ഇല്ലല്ല, പുലിയാണ്. ഞങ്ങൾ കടുവേനെ ഞങ്ങൾ കണ്ടില്ല, പുലിയായിട്ടാണ് ഞങ്ങൾക്ക് അത്. കടുവേണി നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി പൊക്കി കൊണ്ടുപോയി എങ്ങനെയെങ്കിലും അത് കയ്യിലാക്കും. പിന്നെ കടുവല്ല, പുലിയാണ്. പുലിനെപ്പോൾ ഇതേ സാധനം തന്നെ അവിടെയും കണ്ടുക്കണം. കാലിക്കുഞ്ഞി ഇടിയമ്പയില്, അതൊരു വീടിൻ്റെ മുറ്റത്താ. ഇതേ പുലി അതന്നെ സാധനം. അതിനാണെന്ന് അവർ പറയുന്നത്. ഇന്നാണ്ടേ ഇന്ന് രാവിലെ ഇടിയമ്പയിൽ ഒരു പെരൻ്റെ മുറ്റത്തുണ്ട്. ഇടിയമ്പയിൽ ഇവിടെ നിന്ന് അധികം ദൂരമല്ലോ. ഇല്ലല്ല, 6 മൈൽ കഴിഞ്ഞ് ഇടിയമ്പയിൽ തൊട്ടടുത്ത്. അവിടെ പോയി അന്വേഷിച്ചാൽ അവർ പറയും എവിടെയാണ് ഇത് കണ്ടതെന്നൊക്കെ. കൂട് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ കൂട് വെച്ചിരിക്കണം നമ്മളിവിടെ. നമ്മളിപ്പോൾ ആ ചേട്ടൻ പറയുന്ന കേട്ട പോലെ തന്നെ ഇതാണ് ആ ഒരു തൊഴുത്ത്. അവിടെ വെച്ചിട്ടാണ് പുലി ആ ഒരു കിടാവിനെ പിടിച്ചത്. ഇതൊക്കെ ജനവാസ മേഖലകളായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന പാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഈ ഒരു പ്രദേശത്ത് വെച്ച് പുലിയുടെ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് എടുക്കും പൂലതിയിലേക്ക് എടുക്കുള്ളൂ. നോക്കട്ടെ, ഓൻ വരൂല. രാവിലെ മദ്രസക്കൊന്നും ഈ സമയത്ത് ഓന് ഒന്നിനും ഇല്ല പോലെ. ഇവിടുന്നാണ് കഴിഞ്ഞ ആഴ്ച പുലിയെ കണ്ടത്. ഈ ഒരു കാണുന്ന ആ ഒരു ഓല കിടക്കുന്ന ആ ഒരു പ്രദേശത്ത് അവിടെ കിടക്കുന്ന രീതിയിലായിരുന്നു പുലിയെ കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ഒരു ആളുകൾ പകർത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഏതായാലും ഇവിടുന്ന് തൊട്ടിപ്പുറത്തായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് കൂടും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും പുലി കൂട്ടിൽ കയറും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് ഏതായാലും പോയില്ല. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു നേർചിത്രം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ആ കൂടിയിരിക്കുന്ന പ്രദേശം ഈ ഒരു ഭാഗത്താണ്. അവിടുന്ന് തൊട്ടപ്പുറത്തുള്ള പ്രദേശമാണ്. അവിടെ നമ്മൾ ഈ കാടും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭീകരമായ അവസ്ഥയാണ് കേട്ടോ. മൊത്തം
കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഈ പ്രദേശം കംപ്ലീറ്റ്. ഇതിലെയൊക്കെ തേയില പണിക്കാരും അതുപോലെ തന്നെ ഇവിടെയുള്ള താമസക്കാരും ഇതിലെ യാത്ര ചെയ്യുന്നവരൊക്കെ ഈ വഴിക്കോടൊക്കെ യാത്ര പോകുന്ന അതിലേയും വഴി ആ വഴിയേയും പോകുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വഴിയോടൊക്കെ ആളുകൾ യാത്ര ചെയ്യുന്നതാണ്. വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആളുകളുള്ളത് കേട്ടോ. ഈ ഒരു പ്രദേശത്ത് ഒരുപക്ഷെ പുലി കാണും എന്നുള്ളത് തന്നെയാണ് അവരെല്ലാവരും പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അവിടെ വച്ചിട്ടാണ് പുലിയെ കണ്ട ആ ഒരു വീഡിയോ ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഈ പുലിയുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഇന്നിവിടെ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ആളുകളുടെ ഒരു ജീവിതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതായാലും ആ കണ്ട ആ ഒരു പ്രദേശത്തുനിന്ന് നേരെ നമ്മളിങ്ങനെ കറങ്ങി 13 എന്ന് പറയുന്ന ഒരു പേരുള്ളൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു പ്രദേശത്തും സ്ഥിരമായിട്ട് പുലിയെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ പ്രദേശത്തുള്ള ഒരാളോട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അസർപ്പ്, മീൻകാരൻ. ഇത് 13 സ്ഥലത്തിൻ്റെ പേര്? ശരി, 13 പാടി HML-ന്റെ മലയാളം 15 ദിവസം. ഇവിടെ ഈ ഇന്നലെ രാത്രിയൊക്കെ പുലിയെ കണ്ടെന്ന് പറയുന്നത്? ഇന്നലെ രാത്രി ഇവിടെ പള്ളീൻ്റെ അവിടെ കണ്ട്. ഏത്, ഈ പള്ളിയിലെയോ? ഈ പള്ളീൻ്റെ അവിടെ. ഓഹോ. കണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ 6 മൈലിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ പോകുമ്പോൾ കണ്ടിട്ട് ഇവിടെ വിളിച്ചു പറഞ്ഞു. ആണല്ലേ. ഈ പ്രദേശത്ത് പലരും കാണുന്നുണ്ടല്ലേ? ഒരു ദിവസം ഇന്നലെ അവിടെ അച്ചേരി സ്കൂളിൻ്റെ അവിടെ ഒരു പശുവിനെ അത് ഞാൻ എടുത്തായിരുന്നു. ഈ പ്രദേശം അവിടുന്ന് അധികം ദൂരമില്ലല്ലോ അങ്ങോട്ടല്ലേ? 1 കിലോമീറ്റർ. ഇപ്പോൾ സ്ഥിരമായില്ലേ പുലി? സ്ഥിരമായി കുറേ ദിവസമായി വരുന്നത്. ആണല്ലേ. പിന്നെ ഇവിടുന്ന് ഒരു നായിനെ പിടിച്ച് ഈ പാടി തന്നെയാ? ഈ പാടിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ പോയി ഒരു പശുവിനെ 4 ദിവസം മുന്നേ പിടിച്ച്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആ പശു അങ്ങോട്ട് തന്നെ പോയി. പുലി അങ്ങോട്ട് തന്നെ പോയി. വീട്ടിൽ പോയി പശു നായിനെ പിടിച്ചു നിന്നു. അല്ലേ. അതിന് മുന്നേ അല്ല അപ്പുറം ഒരു കാറിന് പോകുന്ന ആൾക്കാർ വീഡിയോ കിട്ടിയില്ല. പിന്നെ എൻ്റെ മോൻ ഓട്ടോറിച്ച് വരുമ്പോൾ അത് ഭാഗം എനിക്ക് വരുമ്പോൾ അപ്പോൾ അച്ഛര് പിന്നെ വളവിൽ വെച്ചിട്ട് അവിടെ നിന്നും കണ്ട്. ആണല്ലേ. പലരും കാണുന്നുണ്ടല്ലേ? പോയിട്ടില്ല പുലി. ഇവിടുത്തെ ഒരു പുലിയാണോ എല്ലാം തോന്നുന്നു. ഇന്ന് ചാത്തോത്ത് അത്തിമൂല ചാത്തോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോരിൻ്റെ അവിടെ കണ്ടെന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ പുലി ഉണ്ടാകും സാധ്യതയുണ്ട്. ഒരു പുലിയല്ല ഇത്. ഇവിടെ കൂട് വെച്ചിട്ടുണ്ട്. കൂട്ട് കയറുന്നില്ല പുലി. കൂട്ട് കയറാത്ത സംഗതി എന്താണെന്നറിയോ? പണ്ട് എവിടെ കൂട് കയറി പരിചയമല്ല പുലി. അതാണ് കൂട്ട് കയറാത്ത. അതാണ്. നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായില്ലേ? ഞാനൊക്കെ 6 മണിക്കാണ് മീനിനോണ്ട്. അപ്പോൾ വൈകുന്നേരമായ ഇവിടെ ഒന്നും ആളില്ല. മറ്റേ രാത്രിയായ ഒരു 7 മണിയായ ഈ പരിസരത്തൊന്നും ആളില്ല. വണ്ടിക്കാരൊന്നുമില്ല. പിന്നെ മിക്കവാറും തൊഴിലാളികളൊക്കെ ഭയങ്കര പ്രയാസമാണ്. അതുമല്ല മഞ്ഞ് രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിയാകുമ്പോൾ ഭയങ്കര ഇരുടാ. ഒരാൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഒരു പുലി അല്ലത്. ഇത് ഫോറസ്റ്റുകാർ വന്നിട്ട് ഈ പുലിനെ ഇങ്ങനെ അവിടെ കണ്ട് ഇവിടെ കണ്ട് പോകാന്നല്ലാതെ ഇതിനെ ഒന്നൊരു മനുഷ്യന് എന്തെങ്കിലും കാട്ടിയിട്ടേ പുലി കൊണ്ടു പോകുള്ളൂ. അല്ലാതെ പുലി കൊണ്ടു പോകില്ല. ഒന്നല്ല തോന്നുന്നുണ്ട്. ആണല്ലേ. ഇത് മനുഷ്യൻ ചെടിയിൽ ഈ പെണ്ണുകളൊക്കെ 6 മണി 6:30 7 മണിക്ക് ചപ്പിന് പോകുമ്പോൾ ഇതൊക്കെ മഞ്ഞ് ഇരുടാ. തൊഴിലാളികൾക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ ഓട്ടോറിക്ഷക്കാരനാണ് കണ്ടെന്ന് പറയുന്നത്. തലശ്ശേരി പോയി വരുമ്പോൾ പള്ളിൻ്റെ അവിടെ വെച്ചിട്ട് കണ്ടെന്നല്ലേ. അപ്പൊ പല ആളുകളും ഇവിടെ കാണുന്നുണ്ട്. ഇത് ഇവിടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല പുലിനെ പിടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. പക്ഷെ പുലി പിടിക്കാൻ കിട്ടൂല. കാരണം ഒത്തിരി എസ്റ്റേറ്റിൽ ഒത്തിരി വലിയ ഏരിയ ആണ്. കാടും ഇതൊക്കെ ഈ ഇങ്ങനത്തെ പ്രദേശങ്ങളായിരിക്കുമല്ലോ ഇത് സ്തംഭടിക്കുന്നത് അല്ലേ? അതിന്റെ അപ്പുറത്തല്ലേ അവിടെ കൂട് വെച്ചിരിക്കുന്നത്. അതായത് കൈതക്കാടും പുഴവക്കത്ത്. അതുമല്ല ഇവിടെ ഭയങ്കര പാമ്പുമാണ്. പാമ്പുകളുണ്ട്. മലമ്പാമ്പ്. ഒരുപാട് പാമ്പ്. അതാ കുറിച്ചകാല പൊട്ടിയില്ലേ, അന്ന് വന്ന് പെറ്റി പെരുകി ഇഷ്ടം പോലെ പാമ്പാ. പാമ്പിന്റെ പുലി പോകില്ല. കാരണം ഇവിടുന്ന് പന്നിനെ കിട്ടും. നല്ല പന്നി നായ്ക്കളുണ്ടായി. കുറെ നായ്ക്കൾ പോയി ഒക്കെ തിന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ആ ഒരു പ്രദേശവും അതുപോലെ തന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളും. ആ ചേട്ടനോട് നമ്മൾ സംസാരിച്ചു, അതിൻ്റെ പശുക്കിടാവിൻ്റെ ഉടമസ്ഥനോട് സംസാരിച്ചു. അതുപോലെ തന്നെ ആ കൂടിയിരിക്കുന്ന പ്രദേശം നമ്മൾ കണ്ടു. പുലിയെ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു വിഷ്വൽ, അതായത് കാറിൽ യാത്ര ചെയ്ത ആളുകൾ പകർത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ആ പ്രദേശത്തിന് തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് കൂടും സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഒരു പ്രദേശത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് ആ ഒരു സൈഡിലായിട്ടാണ്, അവിടെയായിട്ടാണ്. ആ റോഡ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും വളരെ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് സ്കൂളുകൾക്കൊക്കെ ഇവിടെ അവധി കൊടുത്തിരിക്കുകയാണ്. ആളുകളൊക്കെ വളരെ ഭയപ്പാടിലാണ് ഈ പ്രദേശത്തുള്ളവരൊക്കെ ഉള്ളത് കേട്ടോ. ആ പശുക്കിടാവിൻ്റെ ഉടമസ്ഥനൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അവർക്ക് വലിയ ദുഃഖത്തിലാണ് അവരുടെ ഒക്കെ ഒരവസ്ഥ എന്നുള്ളത്. ക്ഷീരകർഷകരെന്ന് പറഞ്ഞാൽ പശുവിനെ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് വിഷമം ഉണ്ടാവും. അവരുടെ കാര്യം അവർ ആ പശുവിനെ കൊണ്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ആ പശു
നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ദുഃഖം തന്നെയാണ്. അദ്ദേഹം കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ. അത് ഒരു വൈകാരികമായൊരു നിമിഷമായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ പുലി കൂട്ടിൽ കയറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ പുലികളെ പിടിച്ചിട്ട് വീണ്ടും കാട്ടിലേക്ക് കൊണ്ടുവിടുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പുലി വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് തന്നെയാണ് ആളുകളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇതിന് മറ്റൊരു വഴിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് ഈ നാട്ടിലിറങ്ങി സ്ഥിരം പ്രശ്നക്കാരാകുന്ന പുലികളെയും കടുവകളെയും ഒക്കെ പിടിച്ച് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണണം എന്നൊക്കെയാണ് നാട്ടുകാർ ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. ഏതായാലും വളരെ ഭീകരമാണ് അച്ചൂര് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.